ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നല്ല മഴയുള്ളൊരു രാത്രി, ചോട്ടു നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു മഴയത്ത് ഒരു നൈറ്റ് റൈഡ് പോകാമെന്ന്. അപ്പം ഞാൻ പതുക്കെ അവനെ വിളിച്ച് എണീപ്പിക്കുകയാണ് കേട്ടോ. അവന് ആദ്യം അത്ര സുഖം ഉണ്ടായില്ല, പക്ഷെ എന്നാലും നമ്മൾ അവനെ വീട്ടിലിട്ടിട്ട് നമ്മൾ പുറത്തേക്ക് പോയാൽ അവന് ഭയങ്കര വിഷമമായിരിക്കും. അപ്പോൾ ഒറ്റയ്ക്ക് അവൻ പിന്നെ കിടന്ന് ഉറങ്ങുമൊന്നുമില്ല. അപ്പം നമ്മളുള്ള ധൈര്യത്തിലാണ് ആൾ കിടന്ന് ഉറങ്ങുന്നത്. അപ്പം ഞാൻ അവനെയും കൊണ്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് വെറുതെ ചുമ്മാ പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചതല്ല, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പം നമ്മൾ അവനെ വിളിച്ചുണർത്തി. ആളാദ്യം അത്ര ഇഷ്ടപ്പെട്ടില്ല, എന്നാലും യാത്ര പോകാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പോകാനായിട്ട് റെഡിയായി താഴെ വന്നപ്പോൾ താഴെ കുറച്ച് ജോലികൾ, കുറച്ച് കിച്ചണിൽ പാത്രങ്ങളും അതും ഇതൊക്കെ എടുത്ത് വെക്കാനുണ്ടായിരുന്നു. അപ്പം ഞാൻ വെച്ചാൽ അതൊക്കെ കഴിഞ്ഞിട്ട് പോകാം, അപ്പോൾ വന്നാൽ നേരെ വന്ന് കിടന്ന് ഉറങ്ങാമല്ലോ. അങ്ങനെ ഞാൻ അത് ചെയ്യുന്ന സമയം കൊണ്ട് അവൻ ചെറിയൊരു ഉറക്കം ഉറങ്ങി. എന്നിട്ട് നമ്മൾ റെഡിയായി പോകാനായിട്ട് ഇറങ്ങുകയാണ്. ഇപ്പം മഴ ചെറുതായിട്ടൊന്ന് കുറഞ്ഞു. നേരത്തെ നല്ല മഴയുണ്ടായിരുന്നു, നല്ല മഴ പെയ്തപ്പോഴാണ് നമ്മൾ പുറത്ത് പോകണ പ്ലാൻ ഇട്ടത്. അപ്പം മഴയത്ത് പുറത്ത് പോകാനായിട്ട് നല്ല രസമാണല്ലോ, മഴയത്ത് രാത്രിയിലുള്ള ആ ഒരു നൈറ്റ് റൈഡ്. അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്ക് മനസ്സിലായി, ഓക്കെ നമ്മളെവിടെയോ പോവുകയാണ്. ആളിന്ന് പിന്നെ നല്ല ഹാപ്പിയായി, ഉഷാറായി. എന്താ പറയുക, യാത്ര പോകാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ എപ്പോഴും എവിടെ പോകുമ്പോഴും ഇതിനിങ്ങനെ കൂടെ കൊണ്ട് നടക്കുന്നത്, ഇത് പട്ടിയല്ലേ എന്നുള്ളത്. പക്ഷേ നമുക്കിവനെ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു കൂട്ടിൽ പൂട്ടിയിട്ട് ഒരു പട്ടി എന്ന രീതിയിൽ വളർത്താനായിട്ട് നമുക്ക് ഇതുവരെ തോന്നിയിട്ടില്ല കേട്ടോ. ഇതിനു മുമ്പ് നമുക്ക് വേറെയും ആൾക്കാരുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ അവരെ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ തന്നെയാണ് ട്രീറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഇപ്പം നമ്മുടെ വീട്ടിലൊരു ചെറിയ കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വളർന്ന് വലുതാകും അല്ലെ, കുറേ നാൾ കഴിയുമ്പോൾ. പക്ഷെ ഡോഗിൻ്റെ കേസിൽ അങ്ങനെയല്ല. ഇവർക്ക് എത്ര പ്രായമായാലും എത്ര കാലം കഴിഞ്ഞാലും ഇവരുടെ ഒരു രീതികളെന്ന് പറയുന്നത് ഒരു 2 to 3 year old ബേബിയുടെ പോലെ ആയിരിക്കും. അതായത് ഒരു ഡോഗ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്നും ഒരു ബേബി ഉള്ള അതേപോലത്തെ ഒരു അവസ്ഥയായിരിക്കും നമുക്ക് ഉണ്ടാവുക. ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അപ്പം ഞാൻ എല്ലാവർക്കും ഇത് മനസ്സിലാവണം എന്നില്ല. അപ്പം നമ്മൾ ഇവിടെ പെനി ഐസ്ക്രീമിൻ്റെ ഷോപ്പിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഒന്ന് നിർത്തിയതാണ്. ഒരു ഐസ്ക്രീം കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഈ മഴയത്ത് ഐസ്ക്രീം കഴിക്കുന്ന പരിപാടി നമ്മൾ എപ്പോഴും കാണാറുണ്ടല്ലേ. അപ്പോൾ ശരിക്കും ഇത് അങ്ങനെയൊന്നും അല്ല, വേറെ ഷോപ്പൊന്നും കാണാത്തതുകൊണ്ട് ഇത് മാത്രമാണ് ആ സമയത്ത് അവിടെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മളൊരു ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവനെ ഇരുത്തിക്കൊണ്ട് ഐസ്ക്രീം കഴിക്കുക എന്ന് പറയുന്ന ഒരു ടാസ്ക്കാണ്. കാരണം ഇവർക്ക് നമ്മൾ ഐസ്ക്രീം, ചോക്ലേറ്റ് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല. ഇവരുടെ ഹെൽത്തിനെ ഭയങ്കരമായിട്ടത് ബാധിക്കും, ഇങ്ങനെ മധുരമുള്ളതും ഐസ്ക്രീം, ചോക്ലേറ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ. അപ്പം ഞാൻ ആ ഐസ്ക്രീം കഴിച്ചതിന് ശേഷം ഒരു ടിഷ്യൂ കൊണ്ട് അതിൻ്റെ സ്റ്റിക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ജസ്റ്റ് അവനൊരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടൊന്ന് കൊടുത്തതാണത്. ഇല്ലെന്നുണ്ടെങ്കിൽ ആൾക്ക് ഭയങ്കര വിഷമാവും നമ്മൾ കഴിച്ചിട്ടൊന്നും. അപ്പം നമ്മളിങ്ങനെയാണ്, ഇവരുടെ ഈ ഒരു നോട്ടമുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴോ ഒക്കെ ഇവർക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ദയനീയമായിട്ടുള്ളൊരു നോട്ടമുണ്ട്. അപ്പം നമ്മൾ ആ നോട്ടത്തിൽ പാവം തോന്നിപ്പോലും ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കരുത്. പകരം അവരുടെ തന്നെ ട്രീറ്റോ എന്തെങ്കിലും കാര്യങ്ങളും കൂടെ നമ്മുടെ അടുത്ത് വെച്ചിരുന്നിട്ട് അതിട്ട് കൊടുത്താൽ മതി. ഒരിക്കലും നമ്മൾ കഴിക്കുന്ന ഫുഡുകൾ അങ്ങനെ തന്നെ ഇവർക്ക് കൊടുക്കരുത്, പ്രത്യേകിച്ചും ബേക്കറി ഐറ്റംസും ഇങ്ങനെയുള്ള ഈ ഐസ്ക്രീമും ചോക്ലേറ്റും ഒന്നും. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ആൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ കയറിയാൽ മതി. നല്ല ദേഷ്യത്തിലാണ്, കാരണം കൊണ്ടുപോയിട്ട് ഒന്നും തിന്നാനും കൊടുത്തില്ല. നമ്മളാണെങ്കിൽ വേറെ ഐസ്ക്രീം എടുത്ത് കഴിക്കുകയും ചെയ്തു. അപ്പോൾ ആൾക്ക് എങ്ങനെയെങ്കിലും വാതിൽ തുറന്ന് അകത്ത് കയറിയാൽ മതി. അപ്പം നമ്മളെക്കാട്ടി ഫസ്റ്റ് തന്നെ അവൻ തന്നെ വീട്ടിനകത്ത് കയറി. അത് കഴിഞ്ഞിട്ട് എന്നെ ഒരു നോട്ടമുണ്ട്, നീയൊക്കെ വരുന്നുണ്ടെങ്കിൽ വാ, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ വാതിലും അടച്ച് ഞാൻ പോയി കിടന്നുറങ്ങും, എനിക്കിനി വെയിറ്റ് ചെയ്യാനൊന്നും പറ്റൂല. ഇതായിരുന്നു അവൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ആ സമയത്ത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇവരിതെന്തായി ചെയ്യണത് എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ വന്ന് ഉടനെ തന്നെ ആൾ പോയി കിടന്ന് ഉറക്കമായി. ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗാണ്. ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ ഇവനെയും കൊണ്ടൊരു ഔട്ടിങ് പോയി, അത്രേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ.